അതും പറഞ്ഞാൽ അധികമായി പോകുന്നുള്ളത് കൊണ്ട് വളരെ ദീർഘമായ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷം ഉണ്ടായിരുന്നല്ലോ, വർഗീയ കലാപമുണ്ടായിരുന്നല്ലോ. ഇവിടെ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരുന്നല്ലോ, പലർക്കും പരിക്ക് പറ്റിയിരുന്നല്ലോ, പലരുടെ വീടുകളും കൊള്ളയടിക്കപ്പെട്ടിരുന്നല്ലോ, പലരുടെ സ്വത്തുവകകൾ നശിപ്പിച്ചിരുന്നല്ലോ, പല കടകൾ തകർത്ത് കൊള്ളയടിച്ചിരുന്നല്ലോ. എന്തെല്ലാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു. എന്തേ കഴിഞ്ഞ 10 വർഷമായിട്ട് അത്തരത്തിലൊരു സംഭവവും കേരളത്തിൻ്റെ ഒരു ഭാഗത്തും ഇല്ലാത്തത്? അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിന് കാരണം ഇവിടെ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല, അവരെല്ലാം നാട് വിട്ടതുകൊണ്ടല്ല. ചില വർഗീയ ശക്തികൾ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കരുത്തുള്ള അവരുടെ ഘടകം ഇവിടെയാണുള്ളതെന്നാണ് കണക്കാക്കുന്നത്. അത്രയധികം സ്വാധീനമുള്ള വർഗീയ ശക്തികൾ ഇവിടെയുണ്ട്. പക്ഷേ തല പൊക്കാനാവില്ല. അതാണ് ഇവിടെ ഉണ്ടായ പ്രത്യേകത. തല പൊക്കിയോ കർക്കശമായ നടപടിയായിരിക്കും. ആരെയും ജാരി നിൽക്കില്ല, ആരെയും പ്രത്യേകമായി സംരക്ഷിക്കില്ല. വർഗീയ പ്രശ്നമാണോ, കർക്കശ നടപടി ഉണ്ടാവും. അതല്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം ഇതുകൂടി ചേർന്നപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നാട്, നമ്മുടെ രാജ്യത്തിന് തന്നെ അകത്ത് തന്നെ ഒരു ഒറ്റപ്പെട്ട തുരുത്തായി. വർഗീയ പ്രശ്നങ്ങളില്ലാത്ത, സംഘർഷമില്ലാത്ത, നിങ്ങൾക്ക് എന്താണോ താല്പര്യം ആ താല്പര്യമുള്ള ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് ഏത് വസ്ത്രമാണോ ധരിക്കാൻ താല്പര്യം ആ വസ്ത്രം ധരിക്കാം. ഏത് ആരാധനാലയത്തിൽ പോകാനാണോ താല്പര്യം ആ ആരാധനാലയത്തിൽ പോകാം. ഒന്നിനും ഇവിടെ തടസ്സമില്ല. ആ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം പശ്ചാത്തല സൗകര്യങ്ങളിലൊക്കെ ഉണ്ടായ വർധനവ് ഒക്കെ വന്നപ്പോൾ വലിയ തോതിലാണ് നിക്ഷേപ വാഗ്ദാനങ്ങൾ വരുന്നത്. വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ തന്നെ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിക്കുകയാണ്.